എല്ലാവർക്കും നമ്മുടെ കോൺവാൾ ട്രിപ്പിന്റെ അവസാന എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിത് 5ാമത്തെ ദിവസം കേട്ടോ. അതെ, നമ്മൾ ലാസ്റ്റ് 4 ദിവസം അടിച്ചു പൊളിച്ചു. ഇന്ന് നമ്മൾ ഫ്രൈഡേ, ഇന്ന് നമ്മുടെ 5th ഡേ ആണ് അല്ലേ. ഇന്ന് നമ്മൾ നമ്മുടെ കോൺവാൾ ട്രിപ്പ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇത്രയും ദിവസം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അതേപോലെ തന്നെ കമന്റ് ഇട്ടവർക്ക് നന്ദി, കമന്റ് ഇടാത്തവർക്കും നന്ദി, എല്ലാവർക്കും നന്ദി. നിങ്ങൾ വീഡിയോ കാണുന്നതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും ഇതുപോലുള്ള യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പ്രചോദനമാവുന്നത്. കുറച്ച് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, പുതിയ വീഡിയോസിനായി വെയിറ്റ് ചെയ്യുന്നു പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒരു ചെയ്യാനുള്ള എനർജിയാണ്. അപ്പൊ നമ്മള് അമ്മയുടെ ബേബി ഇത് വേണ്ട, അമ്മയുടെ ബേബിനെ സൈറാന്നൊക്കെ എഴുതി പിടിച്ചിട്ടുണ്ട്. ഹായ് പറ. മീമീനെ കാണിച്ചു കൊടുക്ക്. ഇത് മീമീനെ കാണിച്ച് നമ്മളിവിടെ പോയി അപ്പൊ നമ്മൾ ഇനി അധികം സംസാരിച്ച് നമ്മൾ ഇത് കളയുന്നില്ല. നമുക്കിനി അടുത്ത കാഴ്ചകളിലേക്ക് പോകാം അല്ലേ. നമ്മൾ അങ്ങനെ ആ ഒരു ഏതൻ പ്രൊജക്ടിന്റെ അടുത്തേക്ക് എത്തിയിട്ടോ. ഇനിയിപ്പോ നമ്മളിപ്പോ എൻട്രൻസിലാണല്ലോ, നമുക്കിനി അകത്തേക്ക് കയറാം. പാമി ഇതേ കണ്ണടിയൊക്കെ വെച്ച് നിൽക്കുന്നത്. നമുക്ക് ഉള്ളോട്ട് പോകാട്ടോ. ഇത് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. നമുക്ക് 11 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ഇപ്പോൾ 11:05 നോക്കാം. അതുപോലെ തന്നെ ടിക്കറ്റ് റേറ്റ് ഇത് കണ്ടോ, അഡൽട്ടിന് 42 ഉണ്ട്. 17 തൊട്ട് 25 വരെയുള്ള 36 അങ്ങനെയൊക്കെയാണ്. ചൈൽഡ് ഓക്കെ. നമ്മുടെ ആമിക്ക് ഇപ്പം 4 വയസ്സ് വരെ ഇവിടെ ഫ്രീയാണ്. ഈ ഫ്രീ ആയിട്ടാണ് കയറുന്നത്. അങ്ങനെ നമ്മളിത് ഏതൻ പ്രൊജക്ടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ. ഇനി ഇതിനകത്തൊക്കെ നമുക്ക് കയറാം. അത് താഴെ കൂടെ നടന്നു പോകണം. നമ്മൾ ഇവിടുന്ന് മോളിൽ നിന്നുള്ളൊരു വ്യൂവിന് വേണ്ടിയിട്ട് ഇവിടെ വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇനി ആ റെയിൻ ഫോറസ്റ്റിൻ്റെ ആ ഇതിനകത്തേക്ക് കയറാൻ പോകട്ടോ. ഈ ഒരു ചെടിയുടെ പേരറിയുന്നവരത് കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ടോ, ഇതൊക്കെ പണ്ട് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. അന്നത്തെ നമ്മളിങ്ങനെ പറിച്ചിട്ട് ഇതിങ്ങനെ വലിച്ചെടുക്കുമായിരുന്നു. ഇപ്പം ഒത്തിരി കാലങ്ങൾക്ക് ശേഷം കേട്ടോ പിന്നെ ഇത് കാണുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അത് കൊത്തിക്കളഞ്ഞ് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ ഞാനിത് അധികം കണ്ടിട്ടില്ല. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഇത് കാണുന്നത്. ഇത് കണ്ടപ്പോൾ പണ്ടത്തെ ഞങ്ങളുടെ ആ ഒരു വീടും അതൊക്കെ പെട്ടെന്ന് നെസ്റ്റ് അടിച്ചു കേട്ടോ. ഇത് നോക്കി എത്ര കളിച്ചിട്ടുള്ളതാണെന്നറിയാം ഇത് വെച്ചിട്ട്. നമ്മുടെ നാട്ടിൽ ഇതിനെ പറഞ്ഞുകൊണ്ടിരുന്നത് സിംഹവാലനോ കോഴിവാലനോ അങ്ങനെ എന്തോ ആണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറഞ്ഞെന്ന് കമന്റ് ചെയ്യണേ. നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ചെത്തി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നാട് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഇതൊക്കെ ഞങ്ങളുടെ കരുവടത്തെ വീട്ടിലുണ്ടായിരുന്നു. ഇങ്ങനത്തെ അത് മറ്റേ മുട്ടച്ചീര എന്ന് പറയുന്ന ഒരു ചീരയല്ലേ ഇത്. ഇതിനകത്തൊരു കുരു വരും. ആ അതേപോലെ തന്നെ കറിവേപ്പിന്റെ ഇത് കണ്ടോ, ചെടി കണ്ടോ അവിടെ. ഈ വളർന്നു നിൽക്കുന്ന കറിവേപ്പ്, ഇത് ആര്യവേപ്പിന്റെ ചെടി കാണുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്തുമാത്രം വൈവിധ്യങ്ങളുള്ള ചെടികൾ ഉണ്ടായിരുന്നു അല്ലേ. ഈ ചെടിയൊക്കെ കണ്ടില്ലേ, വാഴ. നാട്ടിൽ പോകണം തോന്നുമ്പോഴേ ഇതുപോലുള്ള സ്ഥലത്ത് വന്നാൽ മതി. അതല്ല, ഇപ്പൊ ഇവിടെ വന്നപ്പം ശരിക്കും നമ്മുടെ വീണ പുറകോശത്ത് ഇറങ്ങിയ ഒരു ഫീൽ കിട്ടുന്നുണ്ട്. വാഴ, കറിവേപ്പ്, ഈ ചെടി നല്ല രസമുണ്ട്. നാട്ടിലെ ഒരു ചെടി ഇവിടെ കാണാത്തതുണ്ടായിരുന്നത് ഈ ഒരു കമ്മ്യൂണിസ്റ്റ് വച്ച കേട്ടോ. നമ്മളെ നാട്ടിലൊക്കെ റബ്ബറും തോട്ടത്തിലൊക്കെ ഇഷ്ടം പോലെ കണ്ടിരുന്ന ഒരു ചെടിയാണിത്. ഇപ്പോൾ നോക്കിയത് ഇവിടെ ഇലയ്ക്ക് ചെറിയ വ്യത്യാസമുണ്ട്. മണത്ത് നോക്കിയപ്പോഴാട്ടോ നമുക്ക് മനസ്സിലായത് കമ്മ്യൂണിസ്റ്റ് വച്ചയാണ്. പണ്ട് പൈസയൊക്കെ ആക്കിയത് ഇങ്ങനെ പറിച്ചുകൊണ്ട് ഒത്തിരി, പിന്നെ ഇതിങ്ങനെ കയ്യിൽ വെച്ച് അടിച്ചിങ്ങനെ പൊട്ടിക്കുമായിരുന്നു. അപ്പോൾ ഡിസൈനൊക്കെ ഇതേ ആമി പറിക്കില്ലേ മണത്ത് നോക്കുവാണ്. ആമി ഒന്നും സത്യം പറഞ്ഞാൽ ഇത് കണ്ടിട്ടില്ല കേട്ടോ. നീരാക്കി. ഇത് ആക്ച്വലി ഇത് അടിപൊളി ഒരു സസ്യമാണ്. പക്ഷെ ഇത് ഭയങ്കരത്തിൽ വളരും. നമ്മുടെ നാട്ടിലൊക്കെ റബ്ബർ തോട്ടത്തിൽ ഇതിന്റെ മേളമാണ്. ഇതുപോലെ വേറൊരു കാര്യം ചെയ്യുമായിരുന്നു. ഇതിന്റെ തളിര് തണ്ടിങ്ങനെ ഒടിച്ചൊടിച്ചൊടിച്ച് നമ്മള് ആ പെണ്ണിനെ പിടിക്കുക. അവളതെ വഴി ബ്ലോക്ക് ചെയ്യുന്നു അവിടെ. അതെ, കമ്മ്യൂണിസ്റ്റ് വച്ചയും കണ്ടു കേട്ടോ നമ്മളിവിടെ വന്നിട്ട്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ട് കണ്ടത് കേട്ടോ. ഇത് കണ്ടോ, മുട്ടാമ്പിളിങ്ങ.
നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാന്ന് അറിയത്തില്ല, പക്ഷെ നമ്മളിതിനെ മുട്ടാമ്പിളിങ്ങാന്നട്ടോ പറയോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് പിടിച്ചു നിൽപ്പുണ്ട്, ഇതിനകത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. പഴുത്തിട്ടില്ലല്ലോ ഒന്നും, പച്ചയാണ്. മുട്ടാമ്പിളിങ്ങ. നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിനെ പറയുന്നത് കമൻറ്റ് ചെയ്യണേ. വേണ്ട, ഇതാ ഈ സാധനം. നമ്മുടെ നാട്ടിലൊക്കെ ഇത് റബ്ബർ തോട്ടത്തിനും അവിടെ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവുന്ന റോഡ് സൈഡിലൊക്കെ. ഞാൻ ലാസ്റ്റ് ഇത് കണ്ടത് നമ്മുടെ കല്യാണത്തിന് സേവ് ദ ഡേറ്റ് എടുക്കാൻ പോയ സമയത്ത് അവിടുന്ന് ഇത് ഞാൻ കണ്ടത്. അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല. എത്ര പറിച്ച് നമുക്ക് അന്നേരം ഒന്നും വിലയില്ലാത്ത സാധനമായിരുന്നു. ഇപ്പൊ കിട്ടാതാവുമ്പോഴാണ് ഇതിന്റെയൊക്കെ വില മനസ്സിലാവും. ഇവിടെ കണ്ടാലും പറിക്കുമായിരുന്നു, എനിക്ക് ഇഷ്ടമായിരുന്നു. ഞാനിത് പറിച്ച് ചുമ്മാ പച്ചയ്ക്ക് ഇങ്ങനെ എറിഞ്ഞൊക്കെ കളിക്കുമായിരുന്നു. നമ്മുടെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നത്. നമ്മളിനിയിപ്പോൾ ഇതിൻ്റെ ടോപ്പിലേക്ക് കയറാനുള്ള ക്യൂവിലാട്ടോ. ഇത് കണ്ടോ, അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു എൻ്റയർ വ്യൂ കിട്ടും. അപ്പോൾ അതിന് വേണ്ടി നമ്മളിപ്പോൾ വെയിറ്റിങ്ങിലാണ്. വലിയ ക്യൂ ആട്ടോ. പിന്നെ ഈ കാണുന്നത് റബ്ബർ തോട്ടം കേട്ടോ. ഇത് കണ്ടോ, റബ്ബർ മരങ്ങളാണ് ഈ കാണുന്നത്. ചിരട്ടയൊക്കെ വെച്ചിട്ടുണ്ട്, അതിന് ചിരട്ടയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത്രയും പൊക്കം വരും കൂടി റബ്ബർ തോട്ടം. റബ്ബർ മരത്ത് ഇത്രയും പൊങ്ങും. അങ്ങനെ നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറി കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ നോക്കിയേ. അയ്യോ, പേടിയാവും കേട്ടോ താഴോട്ട് നോക്കുമ്പോൾ. നല്ല ഹൈറ്റിലുള്ള. ഇപ്പം മിന്നുവിന് കൊച്ചുള്ള കാരണം മിന്നുവിന് വരാൻ പറ്റിയില്ല. മിന്നു താഴെ ഇരിപ്പുണ്ട്. ഇനി ഞാൻ തിരിച്ചു പോയിട്ട് വേണം മിന്നുവിന് തിരിച്ചു വരാൻ. ഓ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. എൻ്റെ പൊന്നോ, കൊച്ചിനെ എടുത്തുകൊണ്ട് നമുക്ക് അതിന് മുകളിലോട്ട് കയറാൻ പറ്റൂല കേട്ടോ. ഇപ്പം ഞാൻ പോയി കഴിഞ്ഞിട്ട് മിന്നു തിരിച്ചു കയറിയിട്ടുണ്ട്. ആമീതേ, ആ കൊച്ച് നടന്ന് കയറുവാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നമുക്ക് കൊച്ച് നടന്ന് കയറൂല. നടന്ന് കയറാൻ പേടിയാവും. നമുക്ക് തന്നെ നടന്ന് കയറുമ്പോൾ പേടിയാവും. കണ്ടില്ലേ? എടി ഇങ്ങി വാ, അവിടെ നിന്ന് ഇരിക്കില്ലേ, വാ പപ്പ എടുക്കാം, വാ. എങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഇതിനകത്തൊരു എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അല്ലേ? ഒരുപാട് നടന്ന് കാണാനുണ്ട് കേട്ടോ. ഒരു രാവിലെ ഒരു 10 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം 4-5 മണി വരെ ഉണ്ട് ഇതിനകത്ത്. അതിന് മാത്രം ഉണ്ട്, നല്ല നടന്ന് കാണാം നമുക്ക്. നമ്മൾ എന്നിട്ടും പകുതി ആയതേ ഉള്ളൂ. അത് പ്ലം ആണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കി നോക്കാം. ഇത് ഈ ഒരു ഫ്ലവർ നോക്കി, എന്ത് ഭംഗിയാ നോക്കി. പ്ലാസ്റ്റിക് ചെടി പോലെ ഇല്ലേ? എൻ്റെ ദൈവം, എന്ത് രസം നോക്കി ഇത് കാണാൻ. കാണുമ്പോൾ ചെമ്പരത്തി പോലെ ഉണ്ട്, പക്ഷെ ചെമ്പരത്തി അല്ല. അപ്പോൾ ഇതിനകത്തെല്ലാം നമ്മൾ കണ്ടിറങ്ങി കേട്ടോ. ഇനിയിപ്പം ഈ കാണുന്ന ഇൻവിസിബിൾ വേൾഡ് എന്ന് പറയുന്നത് ഇതിനകത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കണ്ട് ഈ ഒരു സ്ട്രക്ചർ കണ്ടില്ലേ, ഇതിനകത്തേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത്. സംഭവം നന്നായിട്ട് ഒരു മെയിൻറ്റെയിൻ ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ അത്, അല്ലേ? ഇവിടെ എല്ലായിടത്തും ആൾക്കാരൊക്കെ ഇരുന്ന് വർക്കൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എല്ലാം. ഇതിന്റെ സ്ട്രക്ചറാണ് ഇതിന്റെ നമ്മൾ പഠിക്കുന്ന നോക്കാം. അങ്ങനെ ഏതൻ പ്രോജക്റ്റ് മൊത്തം നമ്മൾ കണ്ടു തീർത്തു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് നമ്മളെ വണ്ടിയുടെ അടുത്തേക്ക്. അത് കണ്ട് നേരെ വീട്ടിലോട്ട് പിടിക്കാമെന്ന് വിചാരിക്കുന്നു. ഡിവോണിൽ എന്തായാലും വേറെ ദിവസം വരാം. ഇന്ന് നമ്മൾ നന്നായിട്ട് നടന്നു മടുത്തു കണ്ടോ. ഇത് എത്രയുണ്ട് ഭയങ്കര വലുതാണ്. സിപ്പ് ലൈൻ ഉണ്ട്. നമ്മൾ സിപ്പ് ലൈനിൽ കയറിയില്ല, കാരണം നമ്മൾ കൊച്ചൊക്കെ ഉള്ള കാരണം പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. ഒറ്റയ്ക്ക് ഒരാൾ കയറുമ്പോൾ ഒരു രസമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു. നാളെ ഒരു ദിവസം റെസ്റ്റ് എടുക്കണം. നാളത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്, 22-ാം തീയതി, ജൂൺ 22-ാം തീയതി. ഈ വീഡിയോ വരുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആവും, കാരണം ഞങ്ങൾ ഈ ട്രാവലിൽ മീൻസ് വീഡിയോ എടുക്കുന്നേ ഉള്ളൂ, ഇടുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. കാരണം നമുക്ക് ട്രാവലിനൊപ്പം വീഡിയോ എടുത്ത് എഡിറ്റ് ഒക്കെ ചെയ്ത് പോകുന്നത് ഭയങ്കര ടൈം എടുക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തവണ എന്തായാലും വീഡിയോ എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയതിന് ശേഷമായിരിക്കും ഫസ്റ്റ് എപ്പിസോഡ് തൊട്ട് വരുന്നത്. ഒരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിനുള്ളിൽ നിന്ന് നമുക്ക് ഉള്ളിൽ കണ്ട ആ ഒരു തരം ചെടികളിലെ ചെറിയ ഐറ്റംസ്, ചെറിയ ചെടികളൊക്കെ നമുക്ക് ഇതിനുള്ളിൽ നിന്ന് മേടിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു കറി ലീഫിൻ്റെ ഇത് മേടിക്കാം, അതായത് നമ്മുടെ കറിവേപ്പിൻ്റെ തൈ മേടിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകാം കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മളകത്ത് കണ്ട ഇതുപോലുള്ള ചെടികളൊക്കെ നമുക്ക് ഇവിടെ ഇതിനകത്ത് മേടിക്കാൻ കിട്ടും. ഇത് കണ്ടോ, കപ്പളത്തിൻ്റെ ഇല അല്ല, കപ്പളത്തിൻ്റെ തൈ കണ്ടോ. അതേപോലെ കാപ്പിയുടെ തൈ, അങ്ങനെ എല്ലാ അവിടെ അകത്ത് കണ്ട ഒരുവിധം എല്ലാ ചെടികളും ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ മേടിക്കാം. അതേ ഇരിക്കും നമ്മുടെ കറിവേപ്പില. എടുത്ത് പറഞ്ഞോ. അതിന് 5-6 പൗണ്ട് ഉണ്ടാവും. 9 ആ മേടിച്ചോ. ഇതെടുത്ത് ഇത് എല്ലാം കണക്ക് തന്നെയാ. കോൺവാൾ ട്രിപ്പ് ഒരു 5 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രിപ്പായിരുന്നു കേട്ടോ. ഞങ്ങൾ ഡേ 1 സ്റ്റാർട്ട് ചെയ്തത് ടിൻറ്റേജ് കാസിൽ നിന്നാണ്. അവിടെ ടിൻറ്റേജ് കാസിലും മെർലിൻസ് കേവും ആ ഒരു ക്ലിഫ് എല്ലാം കണ്ട് ഞങ്ങൾ അന്നത്തെ ദിവസം ഞങ്ങൾ നേരെ ക്യാമ്പ് സൈഡിലോട്ട് പോയി. അതൊരു അടിപൊളി വ്യൂ തന്നെയായിരുന്നു. ആ കാസലിൻ്റെ ഒരു
ഭംഗിയും അവിടെ കുറേ നമുക്ക് നടന്ന് കാണാനുണ്ട്. ആ കാസിലും പരിസരമൊക്കെ ബീച്ച് സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി വ്യൂവും കാര്യങ്ങളും ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്യാമ്പ് സൈറ്റ് വലിയ കുഴപ്പമില്ലാത്തൊരു ക്യാമ്പ് സൈറ്റ് ആയിരുന്നു. ഞങ്ങൾ ബുക്ക് ചെയ്ത ക്യാമ്പ് സൈറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല, കാരണം അതന്ന് അവൈലബിലിറ്റി ബുക്ക് ചെയ്തില്ലായിരുന്നു. ഞങ്ങൾ നോക്കി വെച്ചിരുന്ന ക്യാമ്പ് സൈറ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല, കാരണം അതൊന്ന് ഓപ്പൺ അല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വേറൊരു ക്യാമ്പ് സൈറ്റ് എടുത്തു, അതും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു അടിപൊളി ക്യാമ്പ് സൈറ്റ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഡേ 1 ഞങ്ങൾ ക്യാമ്പ് സൈറ്റിൽ നല്ല അടിപൊളിയായിട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ ഡേ 2 ഞങ്ങൾ പോയത് പാട്സ്റ്റൗവിലേക്കാണ്. അവിടെ ഒരു ബീച്ചിലൊക്കെ പോയി ഞങ്ങൾ കുറേ നേരം എൻജോയ് ചെയ്തു. പക്ഷേ കുറച്ച് കാറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ആമിക്ക് തണുപ്പായതുകൊണ്ട് ആമിക്ക് കുറേ നേരം അങ്ങ് എക്സ്പ്ലോർ ചെയ്ത് കളിക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയി സെൻറ്റ് ഐവ്സിലേക്കാണ്. അതും ബീച്ചിനോട് ചേർന്ന് നിൽക്കുന്നത് സീ സൈഡ് ആയിട്ടുള്ള ഒരു അടിപൊളി സിറ്റി ആയിരുന്നു. അതും ഒരു അടിപൊളി വ്യൂ. ഞങ്ങൾ കുറേ നേരം സിറ്റിയിലൂടെ നടന്ന് കുറച്ച് ഫുഡെല്ലാം അവിടെ നിന്ന് ട്രൈ ചെയ്ത് ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഞങ്ങളുടെ സെക്കൻഡ് ക്യാമ്പ് സൈറ്റ് ആയിരുന്നു. അതും ഒരു അടിപൊളി ക്യാമ്പ് സൈറ്റ് ആയിരുന്നു. ഒരു ഫാമിനോട് അനുബന്ധിച്ചൊരു ക്യാമ്പ് സൈറ്റ് ആയിരുന്നു. നല്ല സീ വ്യൂ എല്ലാം കണ്ട് ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് അവിടെ താമസിക്കാൻ പറ്റി. ഡേ 3 ഞങ്ങൾ പോയത് ലാൻഡ്സെൻഡിലേക്കായിരുന്നു കേട്ടോ. അതൊരു അടിപൊളി സ്ഥലമായിരുന്നു. ഞങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങളെ ഗ്രൂപ്പ് ഫോട്ടോ എല്ലാം എടുത്തു, അതായത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു. അതിനുശേഷം ആ ഒരു സ്ഥലത്ത് ഞങ്ങൾ കണ്ടു ലാൻഡ്സെൻഡിൽ നിന്നും എൻഡ് ടു എൻഡിലേക്കുള്ള ജേണി കുറേ പേര് നടത്തിയിരിക്കുന്നത്. ആ സ്ഥലത്തിൻ്റെ പേരായിരുന്നു ജോണോ ഗ്രേറ്റ്സിലേക്ക് കുറേ പേര് ജേണി ചെയ്തതിൻ്റെയൊക്കെ ഒരു മ്യൂസിയവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞങ്ങളും ഇൻസ്പയർ ആയി. ഞങ്ങൾക്കും അതുപോലെ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങൾ തീരുമാനിച്ചു. അവിടുന്ന് ഞങ്ങൾ നേരെ പോയി മിനാക് തിയേറ്ററിലേക്കായിരുന്നു കേട്ടോ. അവിടെ ആമിയുടെ ചെറിയൊരു ഡാൻസ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആമിയുടെ ഫസ്റ്റ് അരങ്ങേറ്റം നടത്തിയത് മിനാക് തിയേറ്ററിലെ സ്റ്റേജിൽ നിന്നായിരുന്നു. അങ്ങനെ അവിടെ എൻജോയ് ചെയ്ത് നേരെ ഞങ്ങൾ പോയത് സെൻറ്റ് മൈക്കിൾസ് മൗണ്ട് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഐലൻഡ് കാണാനാണ്. അപ്പോൾ ഞങ്ങൾ ആ ഒരു സിറ്റി ചെന്നിട്ട് ഞങ്ങൾ ഐലൻഡിലേക്ക് പോയില്ല, അതിന് പകരം അവിടെ നിന്ന് അതിൻ്റെ ഒരു മനോഹരമായ വ്യൂവും കാര്യങ്ങളൊക്കെ ആസ്വദിച്ചു. ചെറിയ ഫിഷ് ആൻഡ് ചിപ്സ് എല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ക്യാമ്പ് സൈറ്റിലേക്ക് പോയി. കാരണം ഞങ്ങൾ ഞങ്ങളുടെ 4th ഡേക്ക് വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അത് ഞാൻ അബിക്ക് വേണ്ടി ആക്ച്വലി പ്ലാൻ ചെയ്തൊരു സർപ്രൈസ് ഡേ ആയിരുന്നു. കാരണം അബിയുടെ ബർത്ത്ഡേ ആയിട്ട് പ്ലാൻ ചെയ്ത് വെച്ചൊരു സർപ്രൈസ് ഡേ ആയിരുന്നു. അത് ഞങ്ങൾ പോയത് ഐൽസ് ഓഫ് സിലി എന്ന് പറയുന്നൊരു ഐലൻഡ് കാണാനായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് പോയത് സ്കൈ ബസ്സിനായിരുന്നു, അതായത് ചെറിയ വിമാനം, അതിലായിരുന്നു ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. കാരണം അതിനുവേണ്ടി ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഇതിൽ കയറുന്നത്. അവിടെ പോയി ഐലൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ ചെന്ന് ലാൻഡ് ചെയ്തിട്ട് സെൻറ്റ് മേരീസ് എന്ന് പറയുന്നൊരു ഐലൻഡിലാണ്. അവിടെ ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിൽ ചിലവഴിച്ചു, കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് ഐലൻഡിലൂടെ കുറച്ച് നേരം എൻജോയ് ചെയ്ത് തിരിച്ച് ഞങ്ങൾ വന്നത് ഒരു പാസഞ്ചർ ഷിപ്പിലായിരുന്നു. അപ്പോൾ അതും ഞങ്ങൾക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ആ ഒരു ഡേ ഞങ്ങൾ നല്ല അടിച്ച് പൊളിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എന്തോ ഒരു ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏതും പ്രൊജക്റ്റിൽ നിന്നാണ് ഞങ്ങളുടെ ഈ ഒരു യാത്ര വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് ഇവിടുന്ന് പോകുന്നത്. ഇവിടുന്ന് ഒരു 3.5 അവർ ജേർണി ഉണ്ട്. അപ്പം അതുകൂടെ കഴിഞ്ഞ് നമ്മൾ ഈ ഒരു യാത്ര, ഞങ്ങളുടെ കോൺവാൾ ട്രിപ്പ് ഇവിടുന്ന് കൊണ്ട് എൻഡ് ചെയ്യുവാണ്.